ഇന്നത്തെ നമ്മുടെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഫ്രൂട്ട് സാലഡ് കഴിക്കാൻ എല്ലാവർക്കും, കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒത്തിരി ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ അതേ ടേസ്റ്റിൽ, അതിനേക്കാൾ രുചിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കാൻ നല്ല എളുപ്പമായിട്ടുള്ളതാണ്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഈ ഒരു പായസം തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് 1/4 കപ്പിനടുത്ത് ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഒരു ബൗളിനകത്തോട് ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇത് വെള്ളത്തിൽ കുതിർത്തി വെക്കണം. അപ്പോൾ അരമണിക്കൂർ നമുക്കിത് വെള്ളത്തിലോട്ട് കുതിർത്തി വെക്കാം. ആ ഒരു സമയം കൊണ്ട് ഇതിലോട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ച് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 3 ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല, 3 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ട് കശുവണ്ടി പരിപ്പ്, കറുത്ത ഉണക്കമുന്തിരിങ്ങ, അതുപോലെ തന്നെ ഗോൾഡൻ കളറിൽ നമ്മൾ വാങ്ങിക്കുന്ന ഉണക്കമുന്തിരിങ്ങ, അതൊക്കെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചിട്ട് അളവിനനുസരിച്ചിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഉപയോഗിക്കാം. ഇത് നെയ്യിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതേ പാനിനകത്തോട്ടേക്ക് തന്നെ നമുക്ക് ഒരു 6 ഈന്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളതാണ്. ഈന്തപ്പഴം ഒന്ന് കഴുകിയിട്ട് ഒരു ഇത്തിരി സമയം വേണമെങ്കിൽ വെള്ളത്തിൽ കുതിർത്തി വെക്കാം. എന്നിട്ടൊന്ന് മുറിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. അടുത്തതായിട്ട് ഞാനിപ്പോൾ 1/4 കപ്പ് അളവിൽ നേന്ത്രപ്പഴമാണ്, ചെറുപഴമല്ല, നേന്ത്രപ്പഴമാണ് ഈ ഒരു പായസത്തിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അത് ഞാനൊരു 1/4 കപ്പ് അളവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാലും നമ്മൾ എടുക്കുന്ന അളവിനനുസരിച്ചിട്ടുള്ള ഒരു മെഷർമെൻ്റ് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് ഇതിനകത്തൊക്കെ മാറ്റം വരുത്താവുന്നതാണ്. ഇനി നമ്മൾ ഒത്തിരി സമയം നെയ്യിലിട്ട് കുറേ സമയം ഇത് വഴറ്റി തയ്യാറാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് നെയ്യായിട്ടൊന്ന് യോജിച്ച് വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് അടുത്തതായിട്ട് ആവശ്യമായിട്ടുള്ളത് ആപ്പിളാണ്. അപ്പോൾ 1/4 കപ്പ് ആപ്പിളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈന്തപ്പഴം, നേന്ത്രപ്പഴം, ആപ്പിൾ, ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പായസത്തിൽ ആവശ്യമായിട്ടുള്ളത്. മറ്റുള്ള ഫ്രൂട്ട്സ് നമുക്ക് ഇതിനകത്ത് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല, കാരണം നമ്മൾ പശുവും പാലിലാണ് ചെയ്യുന്നത്. അപ്പോൾ പുളിയൊക്കെയുള്ള ഫ്രൂട്ട്സൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശരിക്കും നോക്കി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത് നേന്ത്രപ്പഴവും ഈന്തപ്പഴമൊക്കെ തന്നെയാണ്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ എന്തായാലും ചേർത്ത് കൊടുക്കുക. ഇത് വളരെ കുറഞ്ഞൊരു സമയം മാത്രം മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റാം. അതിനുശേഷം 1 കപ്പ് വെള്ളം നല്ലതുപോലെ വെട്ടിത്തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്ന ചവ്വരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. കാരണം നമ്മൾ വെള്ളത്തിൽ കുതിർത്തി വെച്ചത് തന്നെ അതിന് വേണ്ടിയിട്ടാണ്. വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു പാകം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ മറ്റുള്ള പായസത്തിലൊക്കെ ചെയ്തെടുക്കും, നല്ല ട്രാൻസ്പാരൻ്റ് ആയിട്ട് കിട്ടുന്ന ആ ഒരു രീതിയിലോട്ടേക്ക് തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ ഇതിവിടെ റെഡിയാകുന്ന സമയം കൊണ്ട് മറ്റൊരു പാൻ ഒന്ന് ചൂടാക്കി എടുക്കുക. ഫ്ലെയിം ഓൺ ചെയ്തിട്ടാണുള്ളത്. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം പാത്രം നന്നായിട്ട് ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1/2 കപ്പ് പഞ്ചസാര, വെള്ളമൊന്നും ചേർക്കാതെ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ക്യാരമൽ തയ്യാറാക്കിയെടുക്കുക. പഞ്ചസാര ഉരുക്കിയെടുക്കുക. നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പഞ്ചസാര പെട്ടെന്ന് ക്യാരമലായി കിട്ടും, പക്ഷേ പഞ്ചസാര ആ ഒരു ക്യാരമലിന് കയ്പ്പ് രസം ഉണ്ടാവും. അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ച് സമയം എടുത്തിട്ട് തന്നെ വെള്ളമൊന്നും ചേർക്കാതെ വേണം നമ്മൾ ക്യാരമൽ തയ്യാറാക്കിയെടുക്കാൻ. അപ്പോഴാണ് അതിന് ആ ഒരു കറക്റ്റായിട്ടുള്ള ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുക. ക്യാരമൽ നല്ലൊരു കണ്ടില്ല, ഈ ഒരു കളറായി വരുമ്പോൾ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുക. അൺസാൾട്ടഡോ സാൾട്ടഡ് ആയിട്ടുള്ള ബട്ടറോ ഉപയോഗിക്കാവുന്നതാണ്. സാൾട്ടഡ് ബട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പിന്നെ ഇതിൽ ഉപ്പ് ചേർക്കരുത്. ഞാനിവിടെ അൺസാൾട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബട്ടർ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. നമ്മുടെ ക്യാരമലൊക്കെ ആയിട്ട് നല്ല ഒരു ഫ്ലേവറൊക്കെ വരുന്നത് ഈ ബട്ടർ ഇട്ട് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ അൺസാൾട്ടഡ് ബട്ടർ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ഇതിലോട്ട് ഒരു 2 നുള്ള് ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ സാൾട്ടഡ് ആണെങ്കിൽ വേണ്ട, പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ക്യാരമൽ കണ്ടു നന്നായി പതഞ്ഞ് ഈ ഒരു പാകത്തിൽ വേണം നമുക്ക് തയ്യാറായി കിട്ടാൻ. ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ റൂം ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ക്യാരമൽ ഇങ്ങനെ കട്ടി പിടിച്ചതുപോലെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ചോയ്സ് എന്ന് പറഞ്ഞത് തിളച്ച പാൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വളരെ ഫാസ്റ്റായിട്ട് ആ ക്യാരമലും പാലുമായിട്ട് ചേർന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഫ്ലെയിം ഒന്ന് കുറച്ച് കൂട്ടി വെക്കുക. അപ്പോൾ തന്നെ വളരെ ഫാസ്റ്റായിട്ട് നമുക്കിത് മിക്സാക്കി എടുക്കാം കേട്ടോ. ആദ്യം ഇങ്ങനെ കുറച്ച് കട്ടി പിടിച്ചതുപോലെ ഉണ്ടാകും. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ക്യാരമൽ ഈ ഒരു രീതിയിലാണ് ഉണ്ടാകുക. അപ്പോൾ അത് പാല് ചൂടാവുമ്പോൾ അതങ്ങ് മിക്സ് ആയിക്കോളും. എല്ലാം കൂടി അങ്ങ് നല്ല കറക്റ്റായി മിക്സായിട്ട് ശരിക്കും ഒരു നല്ല കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും.
അപ്പോൾ തിളച്ച പാൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിനേക്കാളും ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കളറൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ ആ ഒരു ക്യാരമൽ പായസത്തിൻ്റെ ആ ഒരു കളറും നല്ലൊരു മണവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ശരിക്കും നമ്മൾ ആ ഒരു ബട്ടർ സ്കോച്ചിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, ആ ഒരു നല്ലൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്ന ഈ ഒരു ടൈമിലാണ്. ഇതിലോട്ടേക്ക് ഞാനിപ്പോൾ നേരത്തെ നമ്മുടെ ചവ്വരി കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊരു 1/4 കപ്പ് വെള്ളം എക്സ്ട്രാ ഉണ്ടായിരുന്നു കേട്ടോ. ചവ്വരി കുക്ക് ചെയ്തതിൽ വരുന്ന ഒരു 1/4 കപ്പ് വെള്ളം, ആ വെള്ളത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ ചവ്വരി കുക്ക് ചെയ്ത സമയത്ത് വെള്ളത്തിൻ്റെ അളവ് ഒത്തിരി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ആ വെള്ളം കുറച്ച് കളഞ്ഞിട്ട് വേണം ഇതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഒത്തിരി വെള്ളത്തോടു കൂടി ഒഴിക്കരുത് കേട്ടോ. ഇനി നല്ലൊരു ടേസ്റ്റും കാര്യത്തിനൊക്കെ വേണ്ടി 3 ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മിൽക്ക് മെയ്ഡ് ഒട്ടും താല്പര്യമില്ലാത്തവർക്ക് ഈ ഒരു സമയത്ത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചസാര തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ ഈ ഒരു പായസത്തിൽ മിൽക്ക് മെയ്ഡ് കൂടി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ക്യാരമലിൻ്റെ ഫ്ലേവറും മിൽക്ക് മെയ്ഡൊക്കെ ചേരുമ്പോൾ ശരിക്കും നമ്മളൊരു ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇനി തുറന്ന് വെച്ചിട്ട് തന്നെ നമ്മളിതിനെ കുക്ക് ചെയ്തെടുക്കാം. എല്ലാം നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം തുറന്ന് വെച്ച് ചെറുതായിട്ട് ഇതിനെ ഒന്ന് കുറുക്കിയെടുക്കണം. ആദ്യം ആ ഒരു നമ്മൾ ചവ്വരിയിലുള്ള വെള്ളത്തോടു കൂടിയൊക്കെയാണല്ലോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു ലൂസ് ആയതുപോലെയാണ് ഉണ്ടാകുക. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇത് കുറുകി വരും. ചെറുതായിട്ട് കുറുകി വരുന്ന സമയമാകുമ്പോഴത്തേക്കും ഇതിനകത്തോട്ടേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സൊക്കെ, നമ്മൾ നേരത്തെ നെയ്യിൽ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം, ആപ്പിൾ, ഈന്തപ്പഴം ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒത്തിരി സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം കുറച്ചൊന്ന് കുറുകി വന്നതിന് ശേഷമാണ് നമ്മൾ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് സമയം ആ ഒരു നേന്ത്രപ്പഴത്തിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ അതിനകത്തോട്ടേക്ക്, നേന്ത്രപ്പഴത്തിൻ്റെയും അതുപോലെ ഈന്തപ്പഴത്തിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് അതിലോട്ട് ചെറുതായി ഇറങ്ങി വരുന്ന സമയം വരെ മാത്രം കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ അറിയാം കുറച്ചുകൂടി കളറ് മാറി നന്നായി തിളച്ച് അതുപോലെ കുറച്ച് നല്ലൊരു കൊഴുപ്പോട് കൂടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരിയും കശുവണ്ടി പരിപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ചൂടാറുമ്പോഴത്തേക്കും ഇത് കുറച്ചുകൂടി നല്ല കളറായിട്ട് വരും, അതുപോലെ തന്നെ കുറച്ചുകൂടി നല്ല കൊഴുപ്പിലായിട്ട് നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഇതിന് എത്രത്തോളം നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നുള്ളത്. ഒരു തവണ എന്തായാലും ഉണ്ടാക്കി നോക്കുക കേട്ടോ. തീർച്ചയായിട്ടും നമുക്ക് നെക്സ്റ്റ് ടൈം വീണ്ടും ഉണ്ടാക്കണം എന്ന് തോന്നുന്ന ഒരു ഫ്ലേവറാണ് ഇതിന്. ഈ ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീം, അതല്ലെങ്കിൽ നമ്മൾ ഫ്രൂട്ട് സാലഡ്, ഇതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫ്യൂഷൻ കണക്കിയാണിത്. ഭയങ്കര ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും. അപ്പോൾ നിങ്ങൾക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഞാൻ കുറച്ച് കശുവണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി റോസ്റ്റ് ചെയ്തത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫ്രൂട്ട് സാലഡിൻ്റെ ഒരു ലുക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ടോപ്പിലായിട്ട് ഒരു ചെറി കൂടി വെച്ച് കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു വിശേഷ ദിവസങ്ങളിലൊക്കെ സെർവ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ളതാണെന്ന് തന്നെ പറയാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അത് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷുമായി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.